സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കി ഏലപ്പാറ 4-ാം മൈലിൽ മലയോര ഹൈവേയിൽ നിന്ന് കാർ തോട്ടിലേക്ക് മറിഞ്ഞ ഒരാൾ മരിച്ചു. തിരുവനന്തപുരം സ്വദേശി ജെറിനാണ് മരിച്ചത്. കനത്ത മഴയിൽ ഇടുക്കി ലപ്പക്കടയിൽ കെട്ടിടം ഭാഗികമായി തകർന്നു. പലചരക്ക് സ്റ്റേഷനറി കടകളും കൂൾബാറും പ്രവർത്തിച്ചു വന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര ഉൾപ്പെടെയാണ് തകർന്നത്. ഹൈറേഞ്ചിൽ ഏലക്കായ മോഷണം വ്യാപകമാകുന്നു. രാജാക്കാട് NR സിറ്റിയിലെ തോട്ടത്തിൽ നിന്നും 300 കിലോ ഏലക്കായ മോഷ്ടിച്ച് കടത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ശ്രമിക്കുമെന്ന തമിഴ്നാട് സർക്കാരിന്റെ ബഡ്ജറ്റ് പ്രസംഗത്തിനെതിരെ മുല്ലപ്പെരിയാർ സമരസമിതി. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി ഏലപ്പാറ 4-ാം മൈലിൽ മലയോര ഹൈവേയിൽ കാർ തോട്ടിലേക്ക് മറിഞ്ഞ ഒരാൾ മരിച്ചു. തിരുവനന്തപുരം സ്വദേശി ജെറിനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന 3 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച രാവിലെ 6-ഓടെയാണ് അപകടം. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ എറുമ്പടത്തിന് സമീപം തിരുവനന്തപുരം സ്വദേശികൾ സഞ്ചരിച്ച കാറ് ചിന്നാർ പുഴയിലേക്ക് മറിഞ്ഞ ഒരാൾ മരിച്ചു. തിരുവനന്തപുരം കാരക്കോണം സ്വദേശി ജെറിനാണ് മരിച്ചത്. രാവിലെ 6:30-ഓടെയാണ് സംഭവം. തിരുവനന്തപുരത്തു നിന്നും ഇടുക്കി ചേലച്ചുകുട്ടിലേക്ക് പോവുകയായിരുന്നു ഇവർ. കൂടെയുണ്ടായിരുന്ന ദിവ്യ, നവ്യ എന്നിവർക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇവരെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്ക് പറ്റിയ അജിൻ പീരുമേട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 5 വയസ്സുള്ള കുട്ടിയെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സൗണ്ട് കേട്ട് ഓടി വരുവാണ്. അന്നേരം എന്നോട് ഓടിയെന്ന് പറഞ്ഞു. വരുമ്പോൾ ഇവർ വെള്ളത്തിൽ കിടക്കുക 4 പേരും. ഞങ്ങളന്നേരം ഞങ്ങളെ മാക്സിമം ഞങ്ങൾ പരിച്ചവരെ കര കയറ്റുമായിരുന്നു. അതിൽ വിളിച്ചാൽ ഒരു വണ്ടി പോലും കൈയാടി നിർത്തുന്നില്ല. പോയി ഇറങ്ങാൻ പറഞ്ഞിട്ട് ആരും വന്നപ്പോൾ കഷ്ടപ്പെട്ടത് ഒരു കയറ്റാൻ ചെളിക്കാതെ കയറത്തില്ല. കാര്യം ഞാൻ പോയി ലാസ്റ്റ് ഞാൻ അവരെ ഒരാൾ ശരിയായിട്ട് ഞാൻ ഈ പോലീസ് വണ്ടിയെ കയറ്റി ചിന്നാറെല്ലാം ആംബുലൻസ് വന്നു. അപ്പോൾ അവരെന്നെ ഇങ്ങനെ മുറുകെ പിടിക്കുക. എന്തോ അവർക്കും സുബോധമൊന്നുമില്ല. സീരിയസ് അവർക്കും വെള്ളം കുടിച്ചു നല്ലപോലെ. അവർക്കൊരു 10-40 വയസ്സ് കാണുമായിരുന്നു. ഏറുപടത്തിന് സമീപമുള്ള ആശ്രമത്തിൽ കുർബാനയ്ക്ക് പോകുവാനെത്തിയ മട്ടമ്മൽ ജോസിന്റെ കുടുംബം വാഹനം കടന്നു പോകുന്നത് കണ്ടിരുന്നു. ഉടൻ തന്നെ വലിയ ശബ്ദവും കേട്ടു. ഇവർ ഓടിയെത്തിയപ്പോഴേക്കും വാഹനം 50 അടി താഴ്ചയിൽ ചിന്നാർ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. സമീപത്ത് മറ്റ് വീടുകൾ ഒന്നും ഇല്ലാതിരുന്നതിനാൽ ഇവർ ഓടിയെത്തി പിതാവ് ജോസിനോട് വിവരം പറഞ്ഞു. പിന്നീട് സമീപത്തെ കട്ടക്കളത്തിൽ പണിയുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളും ശബ്ദം കേട്ടെത്തി നാട്ടുകാരും ചേർന്ന് വെള്ളത്തിൽ നിന്ന് കരയ്ക്കെത്തിക്കുകയായിരുന്നു. വെള്ളത്തിൽ മുങ്ങിയ വാഹനത്തിൽ നിന്നും പുറത്തെടുക്കുമ്പോൾ ജെറിന് ജീവനുണ്ടായിരുന്നു. ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് ജീവൻ പൊലിഞ്ഞത്. അപകടമുണ്ടായപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയതിനാലാണ് മറ്റു മരണങ്ങൾ ഒഴിവാക്കുവാൻ കഴിഞ്ഞത്. വിവരമറിഞ്ഞ ഉടൻ തന്നെ സ്ഥലത്തെത്തിയ ഉപ്പുതറ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം മൂലം ഉടൻ തന്നെ പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ അപകടം നടന്ന സ്ഥലത്ത് ഡിവൈഡർ ഇല്ലാത്തത് മൂലമാണ് വാഹനം 50 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞതെന്ന ആരോപണവും ശക്തമാണ്. സിറ്റി വിഷൻ ഉപ്പുതറ. കനത്ത മഴയിൽ ഇടുക്കി ലബക്കടയിൽ കെട്ടിടം ഭാഗികമായി തകർന്നു. പലചരക്ക് സ്റ്റേഷനറി കടകളും കൂൾബാറും പ്രവർത്തിച്ചു വന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര ഉൾപ്പെടെയാണ് വ്യാഴം രാവിലെയോടെ തകർന്നത്. കടകളിലുണ്ടായിരുന്നവർ ഓടിമാറിയതിനാൽ അപകടം ഒഴിവായി. സമീപത്ത് പാർക്ക് ചെയ്ത കാറിന് കേടുപാട് സംഭവിച്ചു. കടകളിലെ സാധനങ്ങൾ ഉൾപ്പെടെ നശിച്ചു. പലചരക്ക് കട, സ്റ്റേഷനറി കട ഉൾപ്പെടെ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് ഇന്ന് രാവിലെ 10:30 തകർന്നു വീണത്. ശബ്ദം കേട്ട് കടയിലുണ്ടായിരുന്ന ഉടമകളടക്കം പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ ആർക്കും പരിക്കില്ല. മഴവെള്ളം ഇറങ്ങി വ്യാപാര സ്ഥാപനത്തിലുണ്ടായിരുന്ന സാധനങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഇന്ന് രാവിലെ 10:30-ഓടെയാണ് കാഞ്ചിയാർ ലബ്ബക്കട ടൗണിൽ 3 വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണ സംഭവം നടക്കുന്നത്. കട ഉടമകളടക്കം വ്യാപാര സ്ഥാപനത്തിലുണ്ടായിരുന്നു. ശബ്ദം കേട്ട് ഉടനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഓടിയതിനാൽ ആർക്കും പരിക്കുകളില്ല. മേൽക്കൂര തകർന്ന സ്ഥാപനത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന് മുകളിലേക്കാണ് വീണത്. പഴയ കെട്ടിടത്തിലാണ് 3 വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിച്ചിരുന്നത്. മേൽക്കൂര ഓടുമേഞ്ഞതാണ്. ശക്തമായ മഴ സമയത്ത് വെള്ളം അകത്തേക്ക് ഇറങ്ങിയതാകാം കെട്ടിടത്തിന്റെ മേൽക്കൂര തകരാൻ കാരണമെന്നതാണ് പ്രാഥമികമായ നിഗമനം. നാട്ടുകാരുടെയും കട ഉടമകളുടെയും നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനത്തിനുള്ള സാധനങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. കുറച്ച് സാധനങ്ങൾ മഴവെള്ളം ഇറങ്ങി നശിച്ചിട്ടുമുണ്ട്. KSEB അധികൃതരുടെ നേതൃത്വത്തിൽ സ്ഥാപനത്തിനുള്ളിലെ വൈദ്യുതി കണക്ഷൻ അടക്കം വിച്ഛേദിച്ച് സുരക്ഷിതമാക്കി. സിറ്റി വിഷൻ ഉപ്പുതറ.
ഇടുക്കി ഹൈറേഞ്ചിൽ ഏലക്കായ മോഷണം വ്യാപകമാകുന്നു. രാജാക്കാട് NR സിറ്റിയിലെ തോട്ടത്തിൽ നിന്നും 300 കിലോ ഏലക്കായ മോഷ്ടിച്ചു കടത്തി. സ്ഥല ഉടമ തമിഴ്നാട്ടിലെ വീട്ടിൽ പോയ തക്കം നോക്കിയാണ് മോഷണം നടത്തിയത്. ഇന്ന് വിളവെടുക്കാൻ തൊഴിലാളികളുമായി തോട്ടത്തിലെത്തിയപ്പോഴാണ് മോഷണം നടത്തിയതായി അറിയുന്നത്. ഏലക്കായ വിളവെടുക്കുന്ന സമയമായതോടെ ഏലത്തോട്ടങ്ങളിൽ നിന്ന് കായമോഷണം വ്യാപകമാവുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും ഉൽപാദനക്കുറവും രോഗകീടബാധയുമെല്ലാം മറികടന്ന പിടിച്ചു നിൽക്കാൻ ഏലം കർഷകർ പെടാപ്പാടുപെടുന്ന സമയത്താണ് മോഷ്ടാക്കൾ കർഷകരുടെ സ്വപ്നങ്ങൾ കവരുന്നത്. കഴിഞ്ഞ ദിവസം രാജാക്കാട് NR സിറ്റിയിൽ നിന്ന് 300 കിലോ ഏലക്കായാണ് മോഷ്ടിച്ചു കടത്തിയത്. തമിഴ്നാട് ബോഡിനായ്ക്കന്നൂർ സ്വദേശി അരുൺകുമാറിന്റെ തോട്ടത്തിൽ നിന്നുമാണ് വ്യാപകമായി കായ മോഷ്ടിച്ചു കടത്തിയത്. നാട്ടിൽ പോയി തിരികെ എത്തി തൊഴിലാളികളുമായി വന്ന് വിളവെടുപ്പ് ആരംഭിച്ചപ്പോഴാണ് காயமோஷனம் ശ്രദ്ധയിൽപ്പെടുന്നത്. நான் இன்னைக்கு காய் எடுக்கலான்னு சொல்லி நம்ம தோட்டத்தில் காய் எடுக்கிறதுக்கு முன்னாடி அனுப்பிவிட்டேன். கிந்தியாவில் காய் எடுத்துகிட்டே வரும்போது கொஞ்சம் நம்ம வீட்டுக்கு கீழேண்ணா எடுத்துகிட்டு வரும்போது சுத்தமாக சொல்லி காயை இல்லைன்னு சொல்லி அவர் பறஞ்சது. அதுக்கப்புறம் நோக்கி பார்த்தா சுத்தமாக காய் இல்லாமல் எல்லா இடத்துலையுமே காயை பூரா பறித்து எடுத்து வச்சிருக்கு. சரிங்களா, அதுக்கப்புறம் தான் அவங்களுக்கு மீடியாக்காரருக்கு கம்ப்ளைண்ட் பண்ணி வர சொல்லி என்ன இதுன்னு பார்த்தா பிறகு இப்போ நாங்கள் என்னோட அப்பா அம்மா எல்லாரும் நோக்கி எல்லாமே பார்த்ததுக்கு சுத்தமாக யாரோ காயை எடுத்துருக்குன்னு சொல்லி இந்த இடத்துல ஆள் இருந்தில்ல, இங்கே யாரும் இல்லைண்ணா. இப்போ நாங்கள் அப்பா மருந்தடிக்கிறதுக்கு வளம் இடுறதுக்கு மட்டும்தான் வந்துட்டு போவோம். ஆள் இல்லாத சமயத்தில் தான் பார்த்துட்டு யாரோ எடுத்துகிட்டு போயிருக்கு. சரி, கம்ப்ளைண்ட் கொடுக்க போகிறீங்களா? ஆமாண்ணே, போலீஸ் கம்ப்ளைண்ட் கண்டிப்பாக போலீஸ் கம்ப்ளைண்ட் கொடுக்குறோம்ண்ணா. വീട്ടിൽ CCTV സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ക്യാമറ കണ്ണുകളും വെട്ടിച്ചാണ് മോഷണം നടത്തിയത്. കടകളിൽ പച്ച ഏലക്കായ എടുക്കുന്നതും മോഷണം വർദ്ധിക്കുവാൻ കാരണമായി കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ബാങ്ക് വായ്പയും മറ്റുമെടുത്ത് ഏലം കൃഷിയുമായി മുന്നോട്ടു പോകുന്ന കർഷകരുടെ അധ്വാനം മോഷ്ടാക്കൾ കവരുന്നതും കർഷകരെ കടബാധിതയിലേക്കും തള്ളിവിടുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട അരുൺകുമാർ രാജാക്കാട് പോലീസിൽ പരാതി നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ശ്രമിക്കുന്നുവെന്ന തമിഴ്നാട് സർക്കാരിന്റെ ബഡ്ജറ്റ് പ്രസംഗത്തിനെതിരെ മുല്ലപ്പെരിയാർ സമരസമിതി. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിസ്സംഗത ഉപേക്ഷിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന സമരസമിതി ചെയർമാൻ ഷാജി P. ജോസഫ് ആവശ്യപ്പെട്ടു. ഇപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ മധ്യസ്ഥതയിൽ ഒരിടക്കാല വിധി നിലനിൽക്കുന്നു. അത് കേരളവും തമിഴ്നാടും ചേർന്നുകൊണ്ടുള്ള 5 അംഗ വിദഗ്ധ സമിതിയെക്കൊണ്ട് ഈ ഡാമിൻ്റെ ഘടനയെക്കുറിച്ച് പഠനം നടത്തി ഈ ഡാം സേഫാണോ എന്നുള്ള ഒരു വിവരം അല്ലെങ്കിൽ അത് യഥാവിധി ധരിപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തമിഴ്നാട് ധൃതി പിടിച്ച് ഇത്തരത്തിൽ ഇങ്ങനൊരു കുൽസിത ശ്രമം നടത്തുമ്പോൾ ഈ തീരത്തുള്ള ആൾക്കാർ വിദഗ്ധ സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ളൊരു അന്വേഷണത്തിൻ്റെ ഒരു മാർഗരേഖയ്ക്ക് വേണ്ടി അവർ കാതോർത്ത് നിൽക്കുമ്പോൾ സടകുടഞ്ഞ് തമിഴ്നാട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് തീരത്തുള്ള ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോടുള്ള വലിയ വെല്ലുവിളിയാണ്. അതെന്തു വില കൊടുത്തും മുല്ലപ്പെരിയാർ സമരസമിതി അതിനെ പ്രതിഷേധിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ് ഈ വിഷയത്തിൽ കാണിക്കുന്ന ഒരു മെല്ലപ്പോക്കാണ് ഇതിനെല്ലാം കാരണമെന്ന് നമുക്ക് പറയാതിരിക്കുവാൻ കഴിയില്ല. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെത്തുന്ന സഞ്ചാരികളെ വരവേൽക്കേണ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ക്രമസമാധാനം തകരുന്നതായി ആശങ്ക. പൂപ്പാറയിൽ ജീപ്പ് സഫാരി ഡ്രൈവർക്ക് നേരെ അതിക്രമം. സഞ്ചാരികൾ നോക്കി നിൽക്കെയാണ് സഫാരി ഡ്രൈവർ നിജിന് നേരെ പ്രദേശവാസിയുടെ മർദ്ദനമുണ്ടായത്. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഈസ്റ്റ് മൂന്നാർ ജീപ്പ് സഫാരി സിൻഡിക്കേറ്റ്. ഡ്രൈവർമാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അക്രമിക്കെതിരെ കർശന നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് പൂപ്പാറയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പൂപ്പാറ തോണ്ടിമല അക്കാത്തങ്കച്ചിപ്പാറ റൂട്ടിൽ ഗസ്റ്റുകളുമായി ജീപ്പ് സഫാരി നടത്തുകയായിരുന്ന ഡ്രൈവർ നിജിനാണ് പ്രദേശവാസിയുടെ അപ്രതീക്ഷിത ആക്രമണത്തിനിരയായത്. സഞ്ചാരികളുമായി സർവീസ് നടത്തുന്നതിനിടെ യാതൊരുവിധ പ്രകോപനവുമില്ലാതെ പ്രദേശവാസി ഡ്രൈവർ നിജിനെ തടഞ്ഞു നിർത്തുകയും മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് ഈസ്റ്റ് മൂന്നാർ ജീപ്പ് സഫാരി സിൻഡിക്കേറ്റ് സെക്രട്ടറി മണികണ്ഠൻ പറയുന്നു. ഞാൻ ജീപ്പ് സഫാരി സിൻഡിക്കേറ്റിന്റെ സെക്രട്ടറിയാണ്. നമ്മൾ ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചതിന്റെ കാര്യം, കഴിഞ്ഞ ദിവസം നമുക്ക് അക്കാതങ്കച്ചിമല എന്ന് പറഞ്ഞ ഒരു ടൂറിസ്റ്റ് സ്പോട്ടുണ്ട്. ആ സ്പോട്ടിലേക്ക് നമ്മുടെ ഒരു ലൈനിലുള്ള ഒരു ജീപ്പ് അങ്ങോട്ട് പോവുകയും അവിടുത്തെ ഉള്ള തോട്ടം തൊഴിലാളികളും തൊട്ടടുത്തുള്ള ഓണർമാരും ചേർന്ന് ആ പയ്യനെ മർദ്ദിക്കുകയും നമ്മളത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. കേസ് നമ്മൾ ശാന്തമ്പാറ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് ഈസ്റ്റ് മൂന്നാർ ജീപ്പ് സഫാരി സിൻഡിക്കേറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആശിഷ, സെക്രട്ടറി മണികണ്ഠൻ, ട്രഷറർ അമൽ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സിൻഡിക്കേറ്റ് ഭാരവാഹികളും ഡ്രൈവർമാരും ചേർന്ന് ശാന്തൻപാറ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ശാന്തൻപാറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണവും ആരംഭിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ നിജിനെ രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച ചികിത്സ നൽകി. മലയോര മേഖലയിലെ വിനോദസഞ്ചാര മേഖലയിൽ ക്രമസമാധാനം പൂർണ്ണമായും ഉറപ്പുവരുത്തണം. ദിനംപ്രതി 100 കണക്കിന് സഞ്ചാരികളെയും വഹിച്ച് ദുർഘടമായ പാതകളിലൂടെ വാഹനമോടിക്കുന്ന ഡ്രൈവർമാർക്ക് ഭയരഹിതമായി ജോലി ചെയ്യുവാനുള്ള അന്തരീക്ഷം സർക്കാരും പോലീസും ഒരുക്കി നൽകണം.
ഇല്ലാത്ത പക്ഷം റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുവാനാണ് ഈസ്റ്റ് മൂന്നാർ ജീപ്പ് സവാരി സിൻഡിക്കേറ്റിന്റെ തീരുമാനം. സിറ്റി വിഷൻ, പൂപ്പാറ. ഇനി ചെറിയൊരിടവേള. ജാതി കൃഷി ലാഭകരമാക്കാൻ മൾട്ടി റൂട്ട് ജാതികൾ അതിനൂതന കണ്ടുപിടുത്തവുമായി കർഷകോത്തമ അവാർഡ് ജേതാവ് അടിമാലി CM ഗോപി. സാധാരണ ജാതിയേക്കാൾ 3 ഇരട്ടി വിളവ് നൽകുന്ന വലിയ കായ്കളും പത്രികളുമുള്ള മൾട്ടി റൂട്ട് ലോങ് ഇപ്പോൾ വിപണിയിൽ. വർദ്ധിച്ച പ്രതിരോധശേഷിയും ഉത്പാദനക്ഷമതയും 70 മുതൽ 80 കായ്കൾക്ക് 1 കിലോ തൂക്കം, 300 മുതൽ 350 പത്രിക്ക് 1 കിലോ തൂക്കം. കൂടാതെ മുന്തിയിനം കമുക്, തെങ്ങ്, കുരുമുളക്, കൊക്കോ, റംബുട്ടാൻ, മാംഗുസ്റ്റിൻ തുടങ്ങി നിരവധിയിനം ഫലവൃക്ഷ തൈകളും ഏലത്തട്ടകളും. 36 വർഷത്തെ പ്രവൃത്തി പരിചയം. സ്പൈസസ് ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അംഗീകരിച്ച വിശ്വസ്ത സ്ഥാപനം. ചെറുകുന്നിൽ നഴ്സറി, KSEB സബ്സ്റ്റേഷൻ സമീപം ചാറ്റുപാറ ആൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മാപ്പാനിക്കാട്ട് റോഡ്, അടിമാലി. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad. The number 1 health provider. Kripa Medical Center. We create better health. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. ജീവിതമാർഗം പൂർണ്ണമായി അടഞ്ഞുപോയ പൂപ്പാറയിലെ വ്യാപാരി സമൂഹത്തിന് കരുതലായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി പന്നിയാർ പുഴയോരത്ത് നിന്ന് ഒഴിപ്പിക്കപ്പെട്ട ചെറുകിട വ്യാപാരികൾക്കാണ് സംഘടന താങ്ങാവുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന കാരുണ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2ാം ഘട്ട ധനസഹായ വിതരണം പൂപ്പാറയിൽ നടന്നു. കച്ചവട സ്ഥാപനങ്ങൾ പൊളിച്ചുമാറ്റപ്പെട്ടതോടെ ഉപജീവന മാർഗം നിലച്ച വ്യാപാരികൾക്ക് ഈ സഹായം വലിയ ആശ്വാസമാണ് പകരുന്നത്. പൂപ്പാറ ടൗണിൽ നടന്ന കയ്യേറ്റമൊഴിപ്പിക്കലിൽ പതിറ്റാണ്ടുകളായി കച്ചവടം നടത്തിയിരുന്ന നിരവധി വ്യാപാരികളുടെ സ്ഥാപനങ്ങളാണ് പൂർണ്ണമായും പൊളിച്ചു നീക്കപ്പെട്ടത്. പെട്ടെന്നുണ്ടായ നടപടിയിലൂടെ ജീവിതമാർഗം നഷ്ടപ്പെട്ട് സാമ്പത്തിക തകർച്ചയിലായ വ്യാപാരികളെ ചേർത്തുപിടിക്കുന്ന മാതൃകാപരമായ പ്രവർത്തനമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്നത്.
സംഘടനയുടെ കാരുണ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വ്യാപാരികൾക്കുള്ള 2ാം ഘട്ട ധനസഹായ വിതരണമാണ് പൂപ്പാറയിൽ നടന്നത്. 12 വ്യാപാരികൾക്ക് 25,000 രൂപ വീതം കൈമാറി. ആദ്യഘട്ടത്തിൽ അർഹരായ 10 വ്യാപാരികൾക്ക് പദ്ധതിയിലൂടെ ധനസഹായം എത്തിച്ചു നൽകിയിരുന്നു. പൂപ്പാറ മർച്ചന്റ് അസോസിയേഷൻ ഓഫീസിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ സാമ്പത്തിക സഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇനിയുള്ള കാര്യം വളരെ ജാഗ്രതയോടെ കെട്ടിടം പണിയുന്നില്ലെങ്കിൽ അപകടമാണ്. പഞ്ചായത്തിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ജനപ്രതിനിധികൾക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ജില്ലാ ഭരണകൂടത്തിന് പോലും ഒന്നും ചെയ്യാത്ത ഘട്ടത്തിലേക്ക് പൂപ്പാറയിലെ വിഷയം ഉയർന്നു വന്നു. ഗവൺമെന്റിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കോടതിയുടെ ഇടപെടൽ വന്നപ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമായി പോയി. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? ആവശ്യമായ മുൻകരുതൽ ഇനിയുള്ള കെട്ടിടം പണികളിലെങ്കിലും സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. സ്വീകരിക്കുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരുണ്യ പദ്ധതി ചെയർമാൻ ഡയസ് പുലൻ, ജില്ലാ സെക്രട്ടറിമാരായ റോയി വർഗീസ, ജോൺസൺ പന്തത്തലയ്ക്കൽ, സിബി കൊച്ചുവള്ളാട്ട, യൂണിറ്റ് പ്രസിഡന്റ് ജോയി ജോസഫ്, വ്യാപാരികൾ എന്നിവർ പങ്കെടുത്തു. വ്യാപാരി സംഘടനയുടെ ഈ കാരുണ്യഹസ്തം വലിയ പ്രതീക്ഷയും അതിജീവനത്തിനുള്ള കരുത്തുമാണ് പകർന്നു നൽകുന്നത്. സിറ്റി വിഷൻ, പൂപ്പാറ. വൈസന്മാലി പൂപ്പാറ റോഡിൽ കോമാളിക്കുടിക്ക് സമീപമുള്ള കൊടുംവളവിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് പ്രദേശവാസികൾ. റോഡിന്റെ വശങ്ങളിൽ ബാരിക്കേഡുകളില്ലാത്തതും അപകടത്തിന് സാധ്യത വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നും എത്തിയ ലോറി കൊടുംവളവിൽ അപകടത്തിൽപ്പെട്ടിരുന്നു. ബൈസൺവാലി പൂപ്പാറ റോഡിൽ കോമാളിക്കുടിക്ക് സമീപമുള്ള കയറ്റത്തോടു കൂടിയ കൊടുംവളവ് അപകട ഭീഷണിയായി മാറുന്നു. പോസ്റ്റ് ഓഫീസ് പടി മുതൽ 3 കിലോമീറ്റർ ഭാഗം കയറ്റത്തോടു കൂടിയ കൊടും വളവുകളാണ്. ഇവിടെ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടങ്ങളുടെ പ്രധാന കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ ഭാഗത്ത് കഴിഞ്ഞ ദിവസവും തമിഴ്നാട്ടിൽ നിന്നെത്തിയ ചരക്ക് ലോറി മറിയുകയും ഡ്രൈവർ അടക്കമുള്ള ആളുകൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. ഇതിനു മുമ്പ് ഇതേ വളവിൽ തമിഴ്നാട്ടിൽ നിന്നും എത്തിയ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞിരുന്നു. റോഡിന്റെ അലൈൻമെന്റ് മാറ്റം വരുത്തി അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നതാണ് വാർഡ് മെമ്പർ അയ്യ സ്വാമിയുടെ ആവശ്യം. ഇവിടെ നിരവധി അപകടങ്ങളാണ് നടക്കുന്നത്. മോളി മുതൽ നല്ല ഇറക്കപ്പുറവാണ്, നിരവധി അപകടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോളി വരെ ബാരിക്കേഡ് സൈഡുകൾ വെക്കണമെന്നും പറഞ്ഞും ഈ വളവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4-5 വണ്ടിയോളം ആയിക്കഴിഞ്ഞു അപകടം തുടങ്ങിയിട്ട്. അപ്പം ഇതൊരു കെട്ടായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അലോമെന്റ് തീരെ മോശമാണ്. അതാണ് ഈ അപകടം കൂടുതൽ സ്ഥാപിക്കുന്നത്. അപ്പം അതിനുള്ള അല്ലെങ്കിൽ ഇരുവശവും കുഴിവുള്ള റോഡിലെ ചില ഭാഗങ്ങളിൽ ബാരിക്കേഡുകളും ഇല്ലാത്തത് അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു. എത്രയും വേഗം ബന്ധപ്പെട്ട വകുപ്പുകൾ ഇടപെട്ട് റോഡിന്റെ അപകടകരമായ വളവുകൾ നിവർത്തുന്നതിനും അപകട സാധ്യതയുള്ള മേഖലകളിൽ ഇരുവശങ്ങളിലും ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നതാണ് പ്രദേശവാസികളുടെയും ആവശ്യം. സിറ്റി വിഷൻ, ബൈസൺവാലി. രാജകുമാരി നോർത്ത് ലയൺസ് ക്ലബിന്റെയും രാജകുമാരി മിസ്റ്റി ഐ കെയറിന്റെയും നേതൃത്വത്തിൽ ഓഗസ്റ്റ് 9 രാവിലെ 9 മുതൽ 1 വരെ രാജകുമാരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് നടത്തും. അഡ്വക്കേറ്റ് സേനാപതി വേണു MLA ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാജകുമാരി നോർത്ത് ലയൺസ് ക്ലബ്ബ് നടത്തിവരുന്ന ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാജകുമാരി നോർത്ത് ലയൺസ് ക്ലബിന്റെയും രാജകുമാരി മിസ്റ്റി ഐ കെയർ കണ്ണാശുപത്രിയുടെയും നേതൃത്വത്തിൽ വിദഗ്ധരായ നേത്ര ഡോക്ടർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഓഗസ്റ്റ് 9 രാവിലെ 9 മുതൽ 1 മണി വരെ രാജകുമാരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തും. ക്ലബ് പ്രസിഡന്റ് എൽദോസ് എബ്രഹാം അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം നിർവഹിക്കും. ലയൺസ് ക്ലബ്ബ് ഓഫ് രാജകുമാരി നോർത്തിന്റെയും മിസ്റ്റി ഐ കെയർ രാജകുമാരിയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ വരുന്ന ഞായറാഴ്ച 9-ാം തീയതി രാവിലെ 9 മണിക്ക് ബഹുമാനപ്പെട്ട ഉടുമ്പൻചോല MLA ശ്രീ സേനാപതി വേണു ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. ഈ സൗജന്യ ക്യാമ്പിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ രാജകുമാരി മിസ്റ്റി ഐ കെയർ ആശുപത്രിയിൽ നിന്നും ക്യാമ്പിൽ പരിശോധിക്കുന്ന രോഗികൾക്ക് 50% ഡിസ്കൗണ്ടിൽ തിമിര ശസ്ത്രക്രിയയ്ക്കും കണ്ണട ആവശ്യമുള്ളവർക്ക് ഡിസ്കൗണ്ട് റേറ്റിലും നൽകുന്നതായിരിക്കും. ക്യാമ്പിൽ പങ്കെടുത്ത് തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക് 50% ഡിസ്കൗണ്ട് റേറ്റിൽ തിമിര ശസ്ത്രക്രിയയും കണ്ണട ആവശ്യമുള്ളവർക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ കണ്ണടയും ലഭിക്കും. ക്ലബ് സെക്രട്ടറി BR സുനിൽ, ട്രഷറർ PG രാജേഷ് എന്നിവർ നേതൃത്വം നൽകും. സിറ്റി വിഷൻ, രാജാക്കാട്. കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സെമിനാർ 8-ന് ചെറുതോണിയിൽ നടക്കും. ചെറുതോണി പോലീസ് സൊസൈറ്റി ഹാളിൽ നടക്കുന്ന സെമിനാർ സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
സെപ്റ്റംബർ 21, 22, 23 തീയതികളിൽ കോഴിക്കോട് വെച്ച് നടക്കുന്ന കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി ഇടുക്കി ജില്ലാതല സെമിനാർ ഓഗസ്റ്റ് 8 ശനിയാഴ്ച ചെറുതോണി പോലീസ് സൊസൈറ്റി ഹാളിൽ നടക്കും. ഇടുക്കി ജില്ലയിലെ സഹകരണ പ്രസ്ഥാന സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിന്മേലുള്ള സെമിനാർ സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് EK ചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. സെമിനാറിൽ TC രാജശേഖരൻ മോഡറേറ്ററാവും. റിട്ടയർഡ് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ MB രാജൻ വിഷയം അവതരിപ്പിക്കും. KV ശശി, ജോയി വെട്ടിക്കുഴി, ജോസ് പാലത്തിനാൽ, തോമസ് മാത്തിക്കുഴി, TM ജോൺ, MS ശ്രീജ തുടങ്ങിയ ജില്ലയിലെ പ്രമുഖ സഹകാരികൾ, സർക്കിൾ യൂണിയൻ ചെയർപേഴ്സൺമാർ, വിവിധ ബാങ്ക് പ്രസിഡന്റുമാർ, സഹകാരികൾ, സർവീസ് സംഘടനാ പ്രതിനിധികൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുക്കും. നാളെ കഴിഞ്ഞ 8-ാം തീയതി, ഈ മാസം 8-ാം തീയതി രാവിലെ 10 മണിക്ക് ചെറുതോണി പോലീസ് സൊസൈറ്റി ഹാളിൽ വെച്ചാണ് നമ്മുടെ സെമിനാർ നടക്കുന്നത്. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് സർക്കിൾ സഹകരണ സംസ്ഥാന സഹകരണ യൂണിയൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ റോമിയോ സെബാസ്റ്റ്യൻ അവരുകളാണ്. പുതിയ കാലത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് വെല്ലുവിളികളെ നേരിട്ട് സഹകരണ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള ജില്ലയിലെ സഹകാരികളുടെ കക്ഷി രാഷ്ട്രീയതീതമായ കൂട്ടായ്മയായി സെമിനാർ മാറുമെന്ന യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. ജില്ലാ സെക്രട്ടറി R രാധാകൃഷ്ണൻ, സംഘാടക സമിതി ഭാരവാഹികളായ K ജയചന്ദ്രൻ, ജീൻസ് ജെയിംസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണ ഗ്രാമിന് 13,725 രൂപ, പവന് 1,900,800 രൂപ, വെള്ളി ഗ്രാമിന് 250 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി എലപ്പാറ 4-ാം മൈലിൽ മലയോര ഹൈവേയിൽ നിന്ന് കാർ തോട്ടിലേക്ക് മറിഞ്ഞ ഒരാൾ മരിച്ചു. തിരുവനന്തപുരം സ്വദേശി ജെറിനാണ് മരിച്ചത്. കനത്ത മഴയിൽ ഇടുക്കി ലബ്ബക്കടയിൽ കെട്ടിടം ഭാഗികമായി തകർന്നു. പലചരക്ക് സ്റ്റേഷനറി കടകളും കൂൾബാറും പ്രവർത്തിച്ചു വന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര ഉൾപ്പെടെയാണ് തകർന്നത്. ഹൈറേഞ്ചിൽ ഏലക്കായ മോഷണം വ്യാപകമാകുന്നു. രാജാക്കാട് NR സിറ്റിയിലെ തോട്ടത്തിൽ നിന്നും 300 കിലോ ഏലക്കായ മോഷ്ടിച്ചു കടത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ശ്രമിക്കുമെന്ന തമിഴ്നാട് സർക്കാരിന്റെ ബഡ്ജറ്റ് പ്രസംഗത്തിനെതിരെ മുല്ലപ്പെരിയാർ സമരസമിതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.